ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു Noopsworld. അപ്പോൾ ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസ് സീസണൊക്കെ ആണല്ലോ. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കേരള സ്റ്റൈലിൽ ഉണ്ടാക്കിയ എന്നാൽ നല്ല ക്രീമി ആയിട്ടും അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മട്ടൺ സ്റ്റൂ ആണ് ഇന്നത്തെ ഐറ്റം. അപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെയൊക്കെ കൂടിയാണ് മട്ടൺ സ്റ്റൂ നന്നായിട്ട് ചേർന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള മട്ടൺ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഓരോന്ന് എടുക്കുന്ന വഴിക്ക് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ മട്ടൺ പീസസ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മട്ടൺ പീസസ് അങ്ങനെ ഒത്തിരി ചെറുതാക്കിയിട്ടില്ല, ഒരു മീഡിയം സൈസിലെ പീസസ് ആണ്. അത് മട്ടൺ നല്ല ടേസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് നെയ്യും അതുപോലെ തന്നെ എല്ലോട് കൂടിയ പീസസ് വേണം. ഈ മട്ടണിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല എപ്പോഴും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല വേണം ചേർക്കാനായിട്ട്, എന്നാലേ ആ ഒരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ നന്നായിട്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. വലിയ സവാള ആണെങ്കിൽ പകുതി മതി. ഒരു 2-3 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ചേർക്കുക. ഒരു 2 തണ്ട് വേപ്പില ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മട്ടണിൽ യോജിപ്പിക്കണം. മട്ടൺ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് വേണമെങ്കിൽ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മട്ടണിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ആദ്യത്തെ ഒരു വിസിൽ വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം ഒരു 20 മിനിറ്റ് നേരം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ മട്ടൺ അവിടെ വേവുന്ന സമയത്ത് ഞാനിവിടെ വേറൊരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കുക്കർ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു കടായി ആയാലും മതി. പക്ഷെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കർ തന്നെ വെച്ചത്. അപ്പോൾ കുക്കർ ചൂടായി ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്റ്റൂ ആയതുകൊണ്ട് തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു വഴണയില, അതായത് ബേ ലീഫ് 1-2 മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ഏലക്ക, അതുപോലെ ഒരു തക്കോല 3-4 പീസസ് ആക്കിയത്, പിന്നെ ഒരു 3-4 കഷ്ണം പട്ട, പിന്നെ ഒരു 2-3 ഗ്രാമ്പു, ഇത്രയും ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. നമ്മളിപ്പോൾ ഇതിലേക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കണില്ല, പെരുംജീരകം നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 വലിയ സവാള നേരിതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് വഴറ്റാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഒരുവിധം വഴന്ന് കഴിയുമ്പോൾ, നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, നന്നായിട്ട് വഴന്നാൽ മതി. അങ്ങനെ വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് വഴറ്റാം. അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസിലെ ക്യാരറ്റ് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് മുറിച്ച് വെച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവാള എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക. അതായത് ഒരു വലിയ തേങ്ങയാണ് ചിരകിയത്, അതിൽ നിന്ന് ഒരു 2 കപ്പ് രണ്ടാം പാലും 1.5 കപ്പ് ഒന്നാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് രണ്ടാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കടായിൽ വേവിക്കാനാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ പ്രഷറൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ തേങ്ങാപ്പാലിൽ പ്രഷർ കുക്കറിൽ വേവിക്കുമ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും ഇത് റെഡിയാവും. അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മട്ടണും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചതും അതുപോലെ തന്നെ മട്ടണും എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചതും ക്യാരറ്റും എല്ലാം കൂടി ഉള്ളത് ഒരു കടായിലേക്ക് മാറ്റി എന്നിട്ട് അതിലേക്ക് മട്ടണും ചേർത്ത് മിക്സ് ചെയ്യുവാണ്. ഇതിപ്പോൾ വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചതിലേക്ക് മട്ടൺ വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. പക്ഷേ ഞാനൊരു കുറച്ച് ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം കൂടി ഒരു കടായിലേക്ക് മാറ്റിയിട്ട് മിക്സ് ചെയ്യണത്.
ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1/4 പാല് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 കപ്പ് നല്ല കട്ടിയുള്ള കുറുകിയ തേങ്ങാപ്പാലാണ് നമ്മൾ ചേർക്കുന്നത്. ഇനിയിപ്പോൾ തേങ്ങാപ്പാലിന് പകരം വേണമെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ നല്ല കട്ടിയിൽ മിക്സ് ചെയ്ത് നല്ല കുറുകിയ രീതിയിൽ മിക്സ് ചെയ്ത് ചേർത്താൽ മതി. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഇത് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 2 പച്ചമുളക് നീളത്തിൽ കീറിയത് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയും കൂടി ചേർക്കാം. ഗരം മസാല എപ്പോഴും നമ്മൾ വീട്ടിൽ തനിയെ പൊടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം, കുരുമുളക്, അതുപോലെ ജാതിപത്രി ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യമേ ഹോൾ മസാല ചേർത്തപ്പോൾ പെരുംജീരകം ചേർത്തില്ലായിരുന്നു. അത് ലാസ്റ്റ് ഇതുപോലെ പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി ഈ പൊടികളെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. അപ്പോൾ ഈ ലാസ്റ്റ് ഈ ചേർത്ത പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 1-2 മിനിറ്റ് മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ കുറച്ച് വേപ്പില ചേർത്തതാണ്. അപ്പോൾ എന്നാലും അവസാനം ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി വേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. വേപ്പില ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള മട്ടൺ സ്റ്റൂ റെഡിയായി. അപ്പോൾ നമ്മൾ സൂപ്പർ സ്പീഡിൽ ഉണ്ടാക്കിയ ഈ മട്ടൺ സ്റ്റൂവിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി നൂപ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.